ഇറാന്റെ ഗൾഫ് ആക്രമണം 18 ദിവസം പിന്നിടുമ്പോൾ യുഎഇയിൽ മരണസംഖ്യ 8ആയി. അബുദാബിയിലെ ബനിയാസിൽ ഒരു പാകിസ്ഥാൻ സ്വദേശി കൂടി മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ആക്രമണങ്ങളെ തുടർന്ന് ഇന്ന് 1 മണിക്കൂറോളം യുഎഇ വ്യോമപാത അടച്ചെങ്കിലും പിന്നീട് വിമാന സർവീസുകൾ പുനരാരംഭിച്ചു. ഫുജൈറയിലെ എണ്ണ വ്യവസായ മേഖലയിൽ ഇന്നും ആക്രമണമുണ്ടായി. തുടർച്ചയായ ആക്രമണങ്ങളാണ് ഇന്നു പുലർച്ചെ മുതൽ യുഎഇ സേന പ്രതിരോധിച്ചത്. സൈന്യം ആകാശത്ത് തകർത്ത മിസൈലിൻ്റെ അവശിഷ്ടം വന്നുപതിച്ചാണ് അബുദാബി ബനിയാസിൽ പാകിസ്ഥാൻ സ്വദേശിയുടെ മരണം. മിസൈൽ വാഹനത്തിനുമേൽ പതിച്ച് ഇന്നലെ അബുദാബി ബഹിയയിൽ മറ്റൊരു പാക് സ്വദേശി മരിച്ചിരുന്നു. 3 പാകിസ്ഥാനികളും 2 യുഎഇ സൈനികരും ബംഗ്ലാദേശ്, നേപ്പാൾ, ഫലസ്തീൻ സ്വദേശികളുമടക്കം 8 പേരുടെ മരണമാണ് ഇതുവരെ യുഎഇയിൽ സ്ഥിരീകരിച്ചത്. ഇന്ന് പുലർച്ചെ ഫുജൈറയിലെ എണ്ണ വ്യവസായ മേഖലയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇവിടെ വീണ്ടും തീപിടുത്തമുണ്ടായി. 5ാം തവണയാണ് ഇവിടേക്ക് ആക്രമണം നടക്കുന്നത്. കഴിഞ്ഞ രാത്രി അബുദാബിയിലെ ഷാ എണ്ണപ്പാടവും ആക്രമിക്കപ്പെട്ടു. തീപിടുത്തത്തിൽ ഇവിടെ പക്ഷേ ആർക്കും പരിക്കില്ല. ആക്രമണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ യുഎഇയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഈ മാസം 22-ന് ശേഷവും 2 ആഴ്ച ഓൺലൈൻ പഠനം തുടരാൻ തീരുമാനിച്ചു. 22 വരെ നേരത്തെ സ്പ്രിംഗ് വെക്കേഷൻ പ്രഖ്യാപിച്ചിരുന്നു. യുഎഇയിൽ ഇന്ന് 1 മണിക്കൂറോളം വ്യോമപാത അടച്ചിട്ടിരുന്നുവെങ്കിലും പിന്നീട് വിമാന സർവീസുകൾ പുനരാരംഭിച്ചു. ആക്രമണത്തിൽ ഇന്നലെ ദുബൈ വിമാനത്താവളത്തിലെ എണ്ണ ടാങ്കിലുണ്ടായ തീപിടുത്തം പൂർണ്ണമായും അണച്ചു. ഇന്ന് രാവിലെ ഖത്തറിന് നേരെയും മിസൈൽ ആക്രമണമുണ്ടായി. മിസൈലുകൾ സായുധ സേന നിർവീര്യമാക്കി. മീഡിയ 1 ദുബായ്.